നിത്യസഹായകൻ എന്ന് പറയുമ്പോൾ അടുത്ത് നിൽപ്പോർ, അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ, അരൂപനീശ്വര അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം, വിളക്ക് കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം എന്ന് കവി പാടിയിട്ടുണ്ട്. അടുത്ത് നിൽക്കുന്ന അനുജന്റെ കണ്ണുനീരൊപ്പുവാൻ, അടുത്ത് നിൽക്കുന്ന അനുജനെ ശ്രമിക്കുവാൻ, അവന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായും നമ്മുടെ ഈ ലോകം തന്നെ മുമ്പോട്ട് പോകുകയുള്ളൂ. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ചില മനുഷ്യരെയൊക്കെ നമ്മൾ വളരെ ഇവിടെ തന്നെ ഈ പ്രസ്ഥാനം തുടങ്ങുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മ വീട്, അതുപോലെ തന്നെ കൂടാരം, വീടില്ലാത്ത നൂറുകണക്കിന് മനുഷ്യരുണ്ട്. ആ വീടില്ലാത്തവർക്ക് സംരക്ഷണത്തിന്റെ മേൽക്കൂരയ്ക്ക് ചുവട്ടിൽ ഒരു രാത്രിയെങ്കിലും ഉറങ്ങാതെ, പ്രലോഭനങ്ങളുടെ പാദങ്ങൾക്ക് ചുവട്ടിൽ വീണ് നമസ്കരിക്കാതെ, ഒരു കൂര എന്ന് പറയാൻ പോലുള്ള അവസ്ഥ പോലും, വീട് പോലും ഇല്ലാത്ത മനുഷ്യരെ സഹായിക്കുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ചില മനുഷ്യരുണ്ട്, എന്തിനാണ് ഇത് ചെയ്യുന്നത്? ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? വല്ലവന്റെയും കാശല്ലേ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശല്ലേ? ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുന്നവരെ വിമർശിക്കുന്ന ചില മനുഷ്യരുണ്ട്. അത് പറയുമ്പോൾ രമണ മഹർഷിയുടെ ജീവിതത്തിൽ നിന്നുള്ള സംഭവമാണ് ഓർക്കുന്നത്. പ്രളയം വന്നപ്പോൾ രമണ മഹർഷി ഒരുപാട് പേരെ, ഒരുപാട് ജീവജാലങ്ങളെ രക്ഷിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളെയും രമണ മഹർഷി ഇങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തേളും വന്നു. തേളിന് കുത്തുകൊടുത്തപ്പോൾ രമണ മഹർഷി എന്ത് ചെയ്തു? തേളിനെയും രക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, കുത്തിക്കോട്ടെ, ഇഷ്ടംപോലെ കുത്തിക്കോട്ടെ, പക്ഷെ കുത്തുക എന്നുള്ളത് തേളിന്റെ ധർമ്മം, രക്ഷിക്കുക എന്നുള്ളത് എന്റെ ധർമ്മം. അനിലിനെയും കുടുംബത്തെയും കുറിച്ച് പറയുമ്പോൾ, ഈ പ്രസ്ഥാനത്തെയും കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേര് കുത്തുന്നുണ്ട്. കുത്തിക്കോട്ടെ, പക്ഷേ ചുറ്റുമുള്ള മനുഷ്യരെ സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം. ആ കർത്തവ്യം വരുമ്പോൾ എതിർപ്പുകളുടെ പത്മയുഗത്തിലും കടന്നാക്രമങ്ങളുടെ ശരശയിലും അടിപതറാതെ എപ്പോഴും നന്മ പ്രസരിപ്പിച്ചുകൊണ്ട്, നന്മയുടെ ഊർജം പ്രസരിപ്പിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യർ.